Pinnacle അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഷർ ഡെപ്ത് റിലേഷൻ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനോമീറ്ററിനെ കുറിച്ചാണ്. അതായത് പ്രഷർ മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് മാനോമീറ്റർ വർക്ക് ചെയ്യുന്നത്? നമുക്ക് ആദ്യം മാനോമീറ്റർ എന്താണെന്ന് നോക്കാം. ഒരു മാനോമീറ്റർ എന്ന് പറയുന്നത് ഒരു യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ്. അതിനകത്ത് നമ്മൾ മെർക്കുറി എന്ത് ചെയ്യും? ഫിൽ ചെയ്യും. ശ്രദ്ധിക്കുക, ഈ ചേംബറിനകത്തുള്ള പ്രഷറാണ് പി എന്ന് പറയുന്നത്. ഈ പ്രഷർ എനിക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഹോൾ ഇട്ടിട്ട് ഇവിടെ കൊണ്ട് എൻ്റെ ആരെ പ്ലേസ് ചെയ്യും? ഞാൻ എൻ്റെ U2 മാനോമീറ്റർ അല്ലെങ്കിൽ ഓപ്പൺ ടു മാനോമീറ്ററിനെ കൊണ്ട് എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. ഇത് ഒരു യു ഷേപ്ഡ് ഗ്ലാസ് ട്യൂബാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്? മെർക്കുറി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിഷ്യലി മെർക്കുറിയുടെ ലെവൽ എന്തായിരിക്കും? സെയിം ലെവലാണ് മെർക്കുറി നിൽക്കുന്നത്. ഇവിടുത്തെ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രഷർ മെർക്കുറിക്ക് കൊടുക്കുകയും അതുമൂലം മെർക്കുറി താഴോട്ട് പോവുകയും ഇവിടുന്ന് മെർക്കുറി എന്ത് ചെയ്യും? മുകളിലോട്ട് റൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ പ്രഷർ മൂലം മെർക്കുറി എന്ത് ചെയ്യും? ഇവിടെ താഴോട്ട് പോവുകയും ഈ ലെവൽ എന്ത് ചെയ്യും? മുകളിലോട്ട് റൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മെർക്കുറിയുടെ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ടാകാൻ കാരണം എന്താണ്? ഇവിടെയുള്ള പ്രഷറാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടുത്തെ പ്രഷറിനെ P1 എന്നും ഈ പോയിന്റിലെ പ്രഷറിനെ P2 എന്നും ഈ ഏറ്റവും മുകളിലത്തെ പ്രഷറിനെ P3 എന്നും വിളിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതാണ് U2 മാനോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. യൂട്യൂബിനകത്ത് എന്തുണ്ട്? ഒരു മെർക്കുറി ഫിൽ ചെയ്തിട്ടുണ്ട്. ഈ പ്രഷർ മെർക്കുറിക്ക് കൊടുക്കുകയും അതുപോലെ മെർക്കുറി താഴോട്ട് വരികയും ഇവിടുത്തെ മെർക്കുറി മുകളിലോട്ട് റൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരെൻ്റെ എന്താണ്? ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്തായത്? ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്നാകാൻ കാരണം. ഓക്കെ, ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്കറിയാം ഈ പ്രഷറാണ് ഈ മെർക്കുറിക്ക് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും P ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? P ഈക്വൽ ടു P1 ആയിരിക്കും. നമുക്കറിയാം സെയിം ലെവലിൽ പ്രഷർ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എങ്കിൽ നമുക്ക് P1 ഈക്വൽ ടു എന്ത് വിളിക്കാം? P2 എന്ന് വിളിക്കാം. ഇനി ശ്രദ്ധിക്കുക, ഈ P3 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അതിന് വേറെ കാര്യം നോക്കിയേ, ഈ രണ്ട് ഇക്വേഷൻ നോക്കിയേ. P ഈക്വൽ ടു P1 ഈക്വൽ ടു P2 ആണെങ്കിൽ നമുക്ക് പറയാം P2 ഈക്വൽ ടു എന്തായിരിക്കും? P ആയിരിക്കും. P2 ഈക്വൽ ടു എന്തായിരിക്കും? P ആയിരിക്കും അല്ലേ? ഇനി അവസാനത്തെ P3 എന്താണ്? P3 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്, കാരണം ഇത് തുറന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പറയാൻ പറ്റും ബൈ പ്രഷർ ഡെപ്ത് റിലേഷൻ. എന്താണ് പ്രഷർ ഡെപ്ത് റിലേഷൻ പറയുന്നത്? ഹയർ പ്രഷർ താഴെ എന്തായിരിക്കും? ഹയർ പ്രഷറും മുകളിൽ എന്തായിരിക്കും? ലോവർ പ്രഷറും ആയിരിക്കും. അപ്പൊ ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ ഫിസിക്കൽ എന്തായിരിക്കും? റോ GH. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഹയർ പ്രഷറായ P2 മൈനസ് ലോവർ പ്രഷറായ എന്താണ്? P3 ഈക്വൽ ടു എന്തായിരിക്കും? റോ GH ആയിരിക്കും. റോ എന്ന് പറയുന്നതിനകത്ത് ഉള്ള മെർക്കുറിയുടെ എന്താണ്? ഡെൻസിറ്റിയാണ്. അപ്പോൾ P2 വരെ നമുക്ക് എന്ത് കൊടുക്കാം? Pയും P3 വരെ എന്ത് കൊടുക്കാം? PAയും ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? റോ GH എന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ പ്രഷറല്ലേ കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ ഈ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? PA പ്ലസ് എന്തായിരിക്കും? റോ G എന്തായിരിക്കും? H ആയിരിക്കും. ഇതാണ് ഈ ക്യാവിറ്റിയിലെ എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നമുക്ക് ലോ പ്രഷറാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ U2 മാനോമീറ്റർ അല്ലെങ്കിൽ ഓപ്പൺ ട്യൂബ് മാനോമീറ്ററിനകത്ത് ഫില്ല് ചെയ്യേണ്ടത് ഓയിലും, ഹൈ പ്രഷറാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്തായിരിക്കണം? മെർക്കുറി ആയിരിക്കണം. ഇപ്പോൾ ലോ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെർക്കുറി ഫില്ല് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? മെർക്കുറി, അതായത് ലോ പ്രഷറാണ്, പ്രഷർ കുറവാണ്. ഒരിക്കലും ആ പ്രഷർ കുറവുള്ളതുകൊണ്ട് തന്നെ ഈ ഹൈ ഡെൻസിറ്റി ആയ മെർക്കുറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മുകളിലോട്ട് അതിന് പൊക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക? ലോ ഡെൻസിറ്റി ആയിട്ടുള്ള നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ഓയിൽ ഉപയോഗിക്കുക. ഇനി ഹൈ പ്രഷറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഇവിടെ ഓയിലാണ് വെക്കുന്നതെങ്കിൽ, ഒരു പക്ഷേ ഈ പ്രഷർ കൂടുതൽ കാരണം ഈ ഓയിൽ എന്ത് ചെയ്യാം? ഈ ട്യൂബിനകത്തൂടെ തെറിച്ച് എന്ത് ചെയ്യാം? പുറത്തു പോകാൻ. കാരണം ഓയിലിന് ഡെൻസിറ്റി എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഹൈ പ്രഷർ ആണെങ്കിൽ നിങ്ങൾ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഹൈ പ്രഷർ ആണെങ്കിൽ അവിടെ നിങ്ങൾ മെർക്കുറിയും, ഇനി ലോ പ്രഷർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ഓയിലും എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. ഇതൊരു എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രഷർ കൂടുന്നതനുസരിച്ച് ഇവിടെ എന്ത് കൂടിക്കൊണ്ടിരിക്കും? ഇതിന്റെ ഹൈറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ഇതും എന്താണ്? പ്രഷർ ഡെപ്ത് റിലേഷന്റെ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ അല്ലെങ്കിൽ U2 മാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പഠിക്കാൻ പോകുന്ന ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്.
അപ്പോൾ ബാരോമീറ്റർ വെച്ച് നമുക്ക് എങ്ങനെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാം? നമുക്കൊരു ഫിഗറിലോട്ട് പോവാം. ഇവിടെ ഒരു ബീക്കറിനകത്ത് മെർക്കുറി നിറച്ച് വെച്ചിരിക്കുകയാണ്. മെർക്കുറി ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് നമ്മൾ മെർക്കുറി എന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്യുന്നു. മെർക്കുറി ഫില്ല് ചെയ്തിട്ട് ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഒരറ്റം നമ്മൾ എന്ത് ചെയ്യും? പൊത്തി പിടിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഗ്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടോട്ട് എന്ത് ചെയ്യും? കമത്തി വെക്കും. അപ്പോൾ എങ്ങനെ ഇരിക്കും ഇത്? ഇതേപോലെ, അതായത് ഇതിനെ ഇവിടെ അടച്ചു വെച്ചുകൊണ്ട് നേരെ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യുക? വെക്കാൻ നേരത്തെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് മെർക്കുറിയുടെ ലെവല് ഏകദേശം ഇത്രയും വന്നിരിക്കും. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അനുസരിച്ചാണ് ഈ മെർക്കുറിയുടെ ലെവൽ എന്ത് ചെയ്യുന്നത്? റൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫാൾ ചെയ്യുന്നു. ഇവിടെ അറ്റ്മോസ്ഫിയറിക് ലെവലിൽ, അതായത് നമ്മുടെ സീ ലെവലിലാണെങ്കിൽ ഈ മെർക്കുറി റൈസ് ചെയ്യുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആയിരിക്കും, 76 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീ ലെവലിലാണെങ്കിൽ ഈ മെർക്കുറി എന്തുമാത്രം റൈസ് ചെയ്യും? 76 സെന്റിമീറ്റർ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഓക്കെ, ഇനി ഞാനിവിടെ 2 പോയിന്റ് എടുക്കുന്നു. ഈ പോയിന്റിനെ P1 എന്നും, ഈ പോയിന്റ് കണ്ടോ, ഈ ലെവലിന് നേരെ നിൽക്കുന്ന പോയിന്റ്, ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? P2 എന്നും വിളിക്കുന്നു. ഇവിടെ ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ പോയിന്റിനെ P3 എന്ന് വിളിക്കുന്നു. നമുക്കറിയാം P3 എന്ന് പറയുന്നത് എവിടെയാണ്? അറ്റ്മോസ്ഫിയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നുകൊണ്ട് തന്നെ നമുക്ക് P3 എന്ന് പറയുന്ന പ്രഷറിനെ അറ്റ്മോസ്ഫിയറിക് പ്രഷറായ PA എന്ന് വിളിക്കാം. ഇനി P3യും P2 എന്താണ്? സെയിം ലെവലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? P3 ഈക്വൽ ടു എന്തായിരിക്കും? P2 ആയിരിക്കും. ഇവിടെ നമുക്ക് P2 ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? PA എന്ന് പറയാൻ പറ്റും. P2 ഈക്വൽ ടു എന്താണ്? PA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ കഴിയും. ഇനി നമുക്ക് ഇവിടെ പ്രഷർ ഡെപ്ത് റിലേഷൻ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. എന്താ പ്രഷർ ഡെപ്ത് റിലേഷൻ പറയുന്നത്? ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ ഇസ് ഈക്വൽ ടു എന്താണ്? റോ ജി എച്ച്. അപ്പോൾ ഹയർ പ്രഷർ മൈനസ് ലോവർ പ്രഷർ ഇസ് ഈക്വൽ ടു എന്താണ്? റോ ജി എച്ച് എന്ന് വിളിക്കാൻ പറ്റും. ഈ P1 എന്ന് പറയുന്നത് ഇവിടെ വാക്കമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ആകെപ്പാടുള്ളത് ഈ മെർക്കുറിയുടെ വേപ്പർ മാത്രമേ ഉള്ളൂ. P1 നമുക്ക് എന്ത് പറയാം? അവിടെ പ്രഷർ കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് P1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. P2 ഈക്വൽ ടു എന്താണ്? PA ആയതുകൊണ്ട് നമുക്ക് PA ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? റോ ജി എച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എത്ര കിട്ടി? PI ഇസ് ഈക്വൽ ടു റോ ജി എച്ച് നമുക്ക് കിട്ടി. അറ്റ്മോസ്ഫിയർ പ്രഷർ റോ ജി എച്ച്. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ഹൈറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അറ്റ്മോസ്ഫിയർ പ്രഷറിനെ കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ ഒരു സീ ലെവലാണെങ്കിൽ എത്ര സെന്റിമീറ്റർ റൈസ് ചെയ്യുന്നത്? 76 സെന്റിമീറ്റർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റൈസ് ചെയ്യുന്നത്. നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ നേരത്ത് PA ഈക്വൽ ടു മെർക്കുറി ഡെൻസിറ്റി എന്ന് പറയുന്നത് 13.6 × 10⁻³ എന്താണ്? 3 കിലോഗ്രാം പെർ എന്താണ്? മീറ്റർ ക്യൂബ് ആണ് എന്തെന്ന് പറയുന്നത്? മെർക്കുറി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8, H എത്രയാണ്? 0.76 എന്താണ്? മീറ്റർ. ഈ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.013 × 10⁵ പാസ്കൽ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് 1.013 × 10⁵ പാസ്കൽ ആണ്. ഇനി ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ലെവൽ എന്ത് ചെയ്യേണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ഇവിടെ എന്തുമാത്രം പ്രഷർ കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ഇവിടുത്തെ ലെവൽ എന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് എന്ത് ചെയ്യുന്നത്? റൈസ് ചെയ്യുന്നത്. ഇനി ഇതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, നമ്മൾ ഈ ബാരോമീറ്ററിനെ എടുത്ത് ഒരു മലയുടെ മണ്ടക്കോട്ട് വെച്ചു. മലയുടെ മണ്ടക്ക് നമുക്കറിയാം ഹൈറ്റ് എന്താ കൂടുതൽ, അവിടെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഇതിന്റെ ലെവൽ എന്ത് ചെയ്യും? കുറയുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? ബാരോമീറ്ററിൽ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബാരോമീറ്ററിനെ വെച്ച് നമ്മൾ എങ്ങനെയാണ് പ്രഷർ മെഷർ ചെയ്യുന്നത്? നമുക്ക് പ്രഷർ ഡെപ്ത് റിലേഷൻ അനുസരിച്ച് എന്താണ്? PA ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? റോ ജി എച്ച് എന്ന് കിട്ടും. ഈ ഹൈറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ മെഷർ ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷറിന്റെ പലതരം യൂണിറ്റ്സിനെ കുറിച്ചാണ്. പ്രഷറിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഒന്നാമത്തെ പ്രഷറിന്റെ യൂണിറ്റായി നമ്മൾ നോക്കുന്നത് അത് SI യൂണിറ്റ് ആണ്. പാസ്കൽ ആണ് ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ പാസ്കൽ ഒന്നാമത്തെ പ്രഷറിന്റെ യൂണിറ്റ് എന്താണ്? ഒന്നാമത്തെ പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത്. പാസ്കൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് POA കൊണ്ടാണ്. രണ്ടാമത്തെ പ്രഷറിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എല്ലായിടം യൂസ് ചെയ്യുന്നതാണ് ATM, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ.
നമുക്കറിയാം 1 atm is equal to, അപ്പോൾ അടുത്ത യൂണിറ്റ് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. 1 atm എന്ന് പറയുന്നത് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. 1.013 ഇൻറ്റു 10⁵ എന്താണ്? പാസ്കൽ ആണ് 1 atm എന്ന് പറയുന്നത്. അടുത്ത പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ് ടോർ എന്ന് പറയുന്നത്. ടോറിസെല്ലിയുടെ ബഹുമാനാർത്ഥമാണ് പ്രഷറിന് എന്ത് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്? ടോർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോറിസെല്ലി ഒരു ടോർ എന്ന് പറയുന്നത് 133 പാസ്കലാണ്. ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഒരു ടോർ എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം മെർക്കുറിയുടെ ലെവല് 76 സെന്റിമീറ്റർ റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷറാണ് 1.013 ഇൻറ്റു 10⁵ പാസ്കൽ എന്ന് പറയുന്നത്. ഒരു ടോർ എന്ന് പറയുന്നത് മെർക്കുറിയുടെ ലെവല് 1 മില്ലിമീറ്റർ റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷറാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ബാരോമീറ്ററിനകത്ത് കണ്ടായിരുന്നു മെർക്കുറി 76 സെന്റിമീറ്റർ റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറായ 1.013 ഇൻറ്റു 10⁵ പാസ്കൽ വേണമായിരുന്നു. അപ്പോൾ ഒരു ടോർ എന്ന് പറയുന്നത് നമ്മുടെ മെർക്കുറിയുടെ ലെവല് 1 മില്ലിമീറ്റർ, ശ്രദ്ധിക്കുക, 1 മില്ലിമീറ്റർ റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒരു ടോർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് 1 മില്ലിമീറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ 76 സെന്റിമീറ്റർ നമുക്ക് ആദ്യം മില്ലിമീറ്ററോട് കൺവേർട്ട് ചെയ്യാം. 76 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 760 മില്ലിമീറ്റർ ആണ്. നമുക്കറിയാം 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ് അല്ലേ? അപ്പൊ 76 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 760 മില്ലിമീറ്റർ ആണ്. അപ്പൊ 760 മില്ലിമീറ്റർ മെർക്കുറി റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷറാണ് 1.013 ഇൻറ്റു 10⁵ പാസ്കൽ എന്ന് പറയുന്നത്. എങ്കിൽ 1 മില്ലിമീറ്റർ റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷർ എന്തായിരിക്കും? 1.013 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 760. അത് 760 റൈസ് ചെയ്യാൻ ഇത്രയാണെങ്കിൽ 1 മില്ലിമീറ്റർ റൈസ് ചെയ്യാൻ ഡിവൈഡ് ബൈ എന്തായിരിക്കും? 760 ആയിരിക്കും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 133 എന്ന ആൻസർ കിട്ടും. അതായത് 133 എന്താണ്? പാസ്കൽ. അപ്പോൾ 1 ടോർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ടോർ എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ മെർക്കുറി റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷറാണ്. 1 മില്ലിമീറ്റർ മെർക്കുറി റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 ടോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ടോർ എന്ന് പറയുന്നത് 1 ടോർ എത്ര ആയിരിക്കും? 133 പാസ്കലാണ്. നിങ്ങൾ 1 ടോർ ഇസിക്കൽ 133 പാസ്കൽ നല്ല എഴുതി വെക്കണം. പകരം എന്താ ചെയ്യേണ്ടത്? 1 മില്ലിമീറ്റർ മെർക്കുറി റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷറാണെന്ന് പറയുന്നത് 1 ടോർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അപ്പൊ ടോർ 133 പാസ്കൽ എന്നല്ല നിങ്ങൾ എഴുതുന്നത്. പിന്നെ എന്താണ്? 1 മില്ലിമീറ്റർ മെർക്കുറി റൈസ് ചെയ്യാൻ ആവശ്യമായ പ്രഷർ. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ഒരു ടോർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ടോർ എന്ന് പറയുന്നത് 133 പാസ്കൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് അവസാനത്തെ ഒരു യൂണിറ്റ് ആണ് ബാർ എന്ന് പറയുന്നത്. ബാർ ഒരു ബാർ എന്ന് വെച്ചാൽ 1 ഇൻറ്റു 10⁵ എന്താണ്? പാസ്കലാണ്. അല്ലെങ്കിൽ 10⁵ പാസ്കലാണ് ബാർ എന്ന്. ഇപ്പോൾ കുറെ ഫ്രാക്ഷൻ ഒക്കെ ഉണ്ട്, അതൊന്നും ഇല്ലാതെ 10⁵ പാസ്കൽ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ബാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് പ്രഷറിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? SI യൂണിറ്റ് ആയ പാസ്കല്. രണ്ടാമത്തെ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. മൂന്നാമത്തെ എന്താണ്? ടോറ്. നാലാമത്തെ എന്താണ്? ബാർ. ഈ 4 യൂണിറ്റ് ആണ് പ്രഷറിന്റെ മെയിൻ ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ കണ്ടിന്യൂറ്റി ആണ്. ഇത് 2 മാർക്കിന് മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2019, 2020 ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഇപ്പൊ ഒരു പൈപ്പ് എടുത്തു നമ്മൾ. ആ പൈപ്പിന്റെ ഇവിടുത്തെ ഏരിയ എന്താണ്? A1 ആ പൈപ്പിന്റെ അടുത്ത എൻഡിലെ ഏരിയ A2 വന്നിരിക്കട്ടെ. ഈ പൈപ്പിനകത്തോട്ട് നമ്മൾ വെള്ളം കയറ്റി വിടുകയാണ്. ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റിനെ ഞാൻ V1 ആയിട്ടും ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും വെള്ളം ഇതിനകത്തോട്ട് കയറ്റി വിട്ട് ഇപ്പുറത്തോടെ എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും അല്ലേ? ഇവിടുന്ന് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റിനെ എന്തും വിളിച്ചു? V2 എന്നും വിളിച്ചു. ഓക്കെ, കുഴപ്പമില്ലല്ലോ.
ശ്രദ്ധിക്കുക, അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന വെള്ളം ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം. എന്ത് ഫ്ലൂയിഡാണ്? ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാണ് ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈ പൈപ്പിനകത്തൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പൈപ്പിനകത്തോട്ട് എന്തുമാത്രം ഫ്ലൂയിഡ് പ്രവേശിച്ചോ അല്ലെങ്കിൽ എൻട്രി ചെയ്തു, അതേ ഫ്ലൂയിഡ് തന്നെ അതേ മാസിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് എന്ത് ചെയ്യും? ലീവ് ചെയ്യും. ഇതിനകത്തൂടെ കയറുന്ന വെള്ളവും ഇറങ്ങുന്ന വെള്ളവും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു 5 കിലോ വെള്ളം കയറിയാൽ ഇറങ്ങുന്ന എത്ര തന്നെ ആയിരിക്കും? അതേ ടൈമിൽ 5 കിലോ വെള്ളം എന്ത് ചെയ്യും? ആ പൈപ്പിൽ നിന്ന് ലീവ് ചെയ്യും. കാരണം ഇതെന്ത് ഫ്ലൂയിഡ് അല്ല, ഇതൊരു കംപ്രസിബിൾ ഫ്ലൂയിഡ് അല്ല, ഇതൊരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്. കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഫ്ലൂയിഡ് ആണ്. അപ്പോൾ വെള്ളം കയറുന്ന വെള്ളം അതിലൂടെ എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്താണ്? മാസ് എൻറ്ററിങ് ദ പൈപ്പ് ഇസ് ഈക്വൽ ടു മാസ് ലീവിങ് ദ പൈപ്പ്. അപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്യുന്ന മാസിന് M1 ലീവ് ചെയ്യുന്ന മാസ് M2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, അത് എഴുതി വെക്കണം, ഫോർ ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് മാസ് എൻറ്ററിങ് ദ പൈപ്പ് ഈക്വൽ ടു മാസ് ലീവിങ് ദ പൈപ്പ്. നമുക്കറിയാം ഈ ചാപ്റ്ററിനകത്ത് എവിടെ മാസ് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഡെൻസിറ്റിയുടെയും വോളിയത്തിൻ്റെയും ടൈമിലോട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം മാസ് എൻറ്ററിങ് ദ പൈപ്പിനെ ഡെൻസിറ്റി ഇൻറ്റു നമുക്ക് എന്ത് വിളിക്കാം? വോളിയം എന്ന് വിളിക്കാം. ഈ വെലോസിറ്റിനെ ഞാനൊന്ന് ഇങ്ങനെ വിളിക്കുന്നു, കാരണം വോളിയവും വെലോസിറ്റി തമ്മിൽ മാറിപ്പോയിരിക്കാൻ വേണ്ടി. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. എന്താണ് ഞാൻ ഇവിടെ രണ്ടിടത്ത് റോ എടുക്കാൻ കാരണമുണ്ട്. കാരണം ശ്രദ്ധിക്കുക, ഇവിടെ കൂടെ നമ്മൾ വെള്ളമാണ് കടത്തി വിടുന്നതെങ്കിൽ ഇതിനകത്തൂടെ മണ്ണെണ്ണ ഇറങ്ങിപ്പോകും. ഇല്ല, ഇവിടെ കൂടെ വെള്ളമാണെങ്കിൽ ഇവിടെ കൂടെ എന്ത് തന്നെയായിരിക്കും? വെള്ളം തന്നെയായിരിക്കും. അപ്പോൾ രണ്ടിടത്തും ഡെൻസിറ്റി എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റോ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? V1 ഈക്വൽ ടു V2 കിട്ടി. അതായത് മാസ് ഫ്ലോയിൽ നിന്ന് നമ്മൾ വോളിയം ഫ്ലോയിലോട്ട് വന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? വോളിയം എൻറ്ററിങ് ദ പൈപ്പ് ഈക്വൽ ടു വോളിയം ലീവിങ് ദ പൈപ്പ്. ഈ പൈപ്പിനകത്തോട്ട് എൻ്റർ ചെയ്യുന്ന വോളിയവും ഈ പൈപ്പിൽ നിന്ന് ലീവ് ചെയ്യുന്ന വോളിയവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായോ? എങ്കിൽ നമുക്ക് വോളിയം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ പറയുന്നു, ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈം കൊണ്ട് ഈ ഫ്ലൂയിഡ് ഇവിടം വരെ വന്നു. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് അത് എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. അപ്പോൾ ഇത്രയല്ലേ വോളിയം? ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതിന് നിങ്ങൾ എന്താണ് അസ്യൂം ചെയ്യുക? ഇതൊരു സിലിണ്ടർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. ഇതാണ് ഡെൽറ്റ x1, ഇതെന്താണ്? A1. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതിന് തിരിച്ചു വെച്ച് എന്താവും? സിലിണ്ടർ ആവും. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്താണ്? വോളിയം. അപ്പോൾ ഇവിടുത്തെ വോളിയത്തിന് വരെ നിങ്ങൾ എന്ത് കൊടുക്കുക? A1 ഇൻറ്റു ഡെൽറ്റ x1 എന്നും, ഇനി ഇവിടുന്ന് ലീവ് ചെയ്ത വോളിയം, ഇത്രയും വോളിയം ലീവ് ചെയ്തിരിക്കട്ടെ. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ x2 എന്ന് വിളിക്കാം. എങ്കിൽ ഇവിടുത്തെ വോളിയം എന്തായിരിക്കും? A2 ഇൻറ്റു ഡെൽറ്റ x2. കാരണം ഇതൊരു സിലിണ്ടർ ആണ്. അപ്പോൾ എന്താണ്? A2 ഇൻറ്റു ഡെൽറ്റ എന്താണ്? x2 നമുക്ക് എന്ത് ചെയ്യാം? വിളിക്കാം. രണ്ടിടത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടൈം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ A1 ഇൻറ്റു ഡെൽറ്റ x1 ഈക്വൽ ടു A2 ഇൻറ്റു ഡെൽറ്റ x2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. രണ്ടിടത്തും ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാത്ത സമയമാണ് ഡെൽറ്റ ടി എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? A1 ഇൻറ്റു V1 ഈക്വൽ ടു എന്താണ്? A2 ഇൻറ്റു എന്താണ്? V2. ഇനി ഞാനിവിടെ മൂന്നാമതൊരു പോർഷൻ എടുത്താലും നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ടു എന്തായിരിക്കും? A3 ഇൻറ്റു എന്താണ്? V3 ആണ്. നിങ്ങൾ ഈ പൈപ്പിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ഏരിയയുടെയും വെലോസിറ്റിയുടെയും ഗുണനബലം എന്ന് പറയുന്നത്, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഏത് പോയിന്റ് എടുത്താലും ഏരിയനെ വോളിയം കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും. ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? വെലോസിറ്റി ആയിരിക്കും.
മനസ്സിലായോ? അതായത് ഏരിയ കുറയുന്നിടത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ വെലോസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇവിടെ വെലോസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്, നമ്മൾ ചെടിയൊക്കെ നനക്കാൻ നേരത്ത്, ഓസ് ഉപയോഗിച്ച് ചെടി നനക്കാൻ നേരത്ത് ആ ഓസിന്റെ വായ്ഭാഗം നമ്മൾ എന്ത് ചെയ്യും? പൊത്തിപ്പിടിക്കും. എന്തിനു വേണ്ടി അങ്ങനെ പൊത്തിപ്പിടിക്കുന്നത്? പൊത്തിപ്പിടിക്കാൻ നേരത്ത് അവിടെ ഏരിയ കുറയും. ഏരിയ കുറയുമ്പോൾ അതിനകത്തൂടെ വെള്ളം സ്പീഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് അത് തന്നെയാണ്. ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും. കാരണം ഏരിയ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. മനസ്സിലായോ? അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊത്തിപ്പിടിക്കുന്നത്. ഇനി നിങ്ങളുടെ നമ്മുടെ ഡാമിനകത്തൊക്കെ പെൻസ്റ്റോക്ക് പൈപ്പ് എന്ന് പറഞ്ഞൊരു പൈപ്പ് ഉപയോഗിച്ചാണ് ഡാമിന്റെ എന്ത് കറക്കുന്നത്? ഡൈനോമ എന്ത് ചെയ്യുന്നത്? കറക്കുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ടർബൈൻ കറക്കുന്നത്. അപ്പോൾ അവിടെ ആ പെൻസ്റ്റോക്ക് പൈപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇതൊരു പെൻസ്റ്റോക്ക് പൈപ്പ് ആണെങ്കിൽ ഇതേ ഒരു സ്ട്രക്ചർ ആയിരിക്കും പെൻസ്റ്റോക്ക് പൈപ്പിന് വരുന്നത്. ഇവിടെ ഏരിയ കൂടുതലും ഈ പൈപ്പിന്റെ വെള്ളം പോകുന്ന ഭാഗത്ത് ഏരിയ എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ഏരിയ കുറയുമ്പോൾ അവിടെ മാക്സിമം വെലോസിറ്റിയിൽ പോവുകയും അവിടുത്തെ വെള്ളത്തിന് കൈനറ്റിക് എനർജി കൂടുകയും ആ കൈനറ്റിക് എനർജിനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് അവിടെ നടക്കുന്നത് എനർജി കൺവേർഷൻ. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഏരിയ കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എ വി ഈസ് എ കോൺസ്റ്റന്റ്.